Hi friends, ഈ ഒരു ബോർഡിൽ വ്യത്യസ്തങ്ങളായ കുറേ സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. 1008 മന്ത് 40 lakhs ഇത്തരത്തിലുള്ള കുറേ സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല അല്ലേ? ഞാൻ വ്യക്തമാക്കി തരാം. അതായത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഏകദേശം ഒരു 20-25 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു 1000 രൂപയുടെ SIP യിൽ ഒരു വ്യക്തി കഴിഞ്ഞ 8 മാസത്തിനിടെ 8000 രൂപ നിക്ഷേപിച്ചപ്പോൾ ഈ 8 മാസത്തിനിടെ അദ്ദേഹത്തിന്റെ വാല്യുവേഷനിൽ വന്ന വ്യത്യാസമാണ് ഈ 40 ലക്ഷം രൂപ. ഏതൊരു സാധാരണ വ്യക്തിക്കും SIP യിലൂടെ എങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ഒരു ചാർട്ടിന്റെ സഹായത്തോടു കൂടി ഇന്നേ ദിവസം ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നിരവധി പേർക്ക് വളരെ ഉപകാരപ്രദമായേക്കാവുന്ന ഈ വീഡിയോ താങ്കൾക്ക് സാധ്യമായ എല്ലാ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നാളെ, അതായത് ജാനുവരി 15 വൈകിട്ട് 5:30 ഇന്ത്യൻ സമയം കേരളത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി NRE സ്റ്റാറ്റസിനെ കുറിച്ച് അല്ലെങ്കിൽ NRE ടാക്സേഷനെ കുറിച്ചുള്ള ഒരു Q&A സെക്ഷൻ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. സൗജന്യമായി ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന ഒരു സൂം വെബിനാറാണ്. താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡയസ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഇതുവരെ താങ്കൾ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ അംഗമായിട്ടില്ലെങ്കിൽ അംഗമാകുവാനും അതോടൊപ്പം തന്നെ ഈ ഒരു വെബിനാറിലേക്ക് സൗജന്യമായി രജിസ്റ്റർ ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇതുവരെ താങ്കൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി Thommichan ടിപ്സ് പവർഡ് ബൈ Diaz Academy. മൈ നെയിം ഈസ് Primson Diaz. Thommichan ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോകളുടെ പുതിയ എപ്പിസോഡുമായി നിങ്ങൾ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു 1000 രൂപയുടെ SIP എങ്ങനെയാണ് വളർന്നത് എന്നതിനെ കുറിച്ചാണ്. ഇതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 1995 ലോഞ്ച് ചെയ്ത നിപ്പോൺ ഇന്ത്യയുടെ ഗ്രോത്ത് ഫണ്ടാണ്. എന്തുകൊണ്ട് ഈ ഫണ്ട് കൺസിഡർ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ലോഞ്ച് ചെയ്ത ഗ്രോത്ത് ഫണ്ടുകളിൽ ഒന്നാണ് നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട്. അതുകൊണ്ടാണ് ഈ ഫണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സപ്പോസ് താങ്കൾ ഈ നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ടിൽ 1995 ഒക്ടോബർ മുതൽ ഒരു 1000 രൂപയുടെ SIP ചെയ്യുകയാണെങ്കിൽ, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 2002 ആയപ്പോൾ നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഏകദേശം 72,000 രൂപയാണ്. അതായത് 72 മാസം കൊണ്ട് താങ്കൾ നിക്ഷേപിച്ച ആ സമയത്ത് നിക്ഷേപിച്ച തുക 72,000 രൂപയാണ്. എന്നാൽ ആ സമയത്തെ വാല്യുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും 80,000 രൂപ മാത്രമേ വാല്യുവേഷൻ ഉള്ളൂ. ഏകദേശം 6 വർഷത്തെ ശരാശരി റിട്ടേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 3.5% മാത്രമാണ്. ഈവൻ ബാങ്ക് ഇൻട്രസ്റ്റിനേക്കാൾ വളരെ കുറഞ്ഞ റിട്ടേൺ ആണ് ആദ്യത്തെ ഒരു 6 വർഷം ഈ ഒരു ഫണ്ട് കൊടുത്തത്. എന്നാൽ അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ 2008 ജാനുവരി ആയപ്പോൾ 140 മാസം കൊണ്ട് ഈ ഒരു ഫണ്ടിൽ 1,40,000 രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയത്തെ വാല്യുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 28,87,000 രൂപയാണ് ഈ ഫണ്ടിന്റെ ആ സമയത്തെ വാല്യുവേഷൻ. ആ സമയത്തെ ഒരു ആവറേജ് കോമ്പൗണ്ടിങ് റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ 39.85%, അതായത് ഏകദേശം 40% ആവറേജ് റിട്ടേൺ ആണ് ഈ ഒരു സമയം കൊണ്ട്, അതായത് 140 മാസം കൊണ്ട് ഈ ഒരു ഫണ്ട് ആവറേജ് ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ ഈ സമയത്താണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, അതായത് 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്നത്. ഇതിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളെല്ലാം തകർന്നടിയുകയുണ്ടായി. വീണ്ടും നമ്മൾ ഏകദേശം ഒരു 20 മാസം കൂടി കഴിയുന്ന സമയത്ത് നമ്മൾ മൊത്തം നിക്ഷേപിച്ച എമൗണ്ട് 1,61,000 രൂപയാണ്. ആ സമയത്തെ വാല്യുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 11,13,000 രൂപയാണ് ആ സമയത്തെ വാല്യുവേഷൻ. സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും ഇതൊരു വലിയൊരു നഷ്ടമായിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു സപ്പോസ് 1995 ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ 161 മാസം കൊണ്ട് ആ സമയത്ത് അദ്ദേഹം നിക്ഷേപിച്ചിരിക്കുന്ന എമൗണ്ട് 1,61,000 രൂപയാണ്. എന്നാൽ ആ സമയത്തെ വാല്യുവേഷൻ 11,13,000 രൂപ. ആവറേജ് കോമ്പൗണ്ടിങ് റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ 23.55% ആണ് ഇത്രയും മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ പോലും ഈ ഫണ്ട് നൽകിയത്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വളരെ ലോസ് തന്നെയാണ്. പക്ഷെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ഇവിടെയാണ്. ഇവിടെ നിന്ന് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ വിഡ്രോ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ പോലും എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു റിട്ടേൺ തന്നെയാണ് എനിക്ക് ആ സമയത്തും എനിക്ക് ലഭിച്ചത്. ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഇറക്കം ഉണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ ഒരു കയറ്റം ഉണ്ടാവും.
അതിനെ തുടർന്ന് വീണ്ടും ഏകദേശം ഒരു 20 മാസം കൂടി കഴിഞ്ഞപ്പോൾ, അതായത് 181 മാസം കൊണ്ട് 1,81,000 രൂപ ആ സമയത്ത് നിക്ഷേപിച്ചിരുന്നു. ആ സമയത്ത് വാല്യുവേഷൻ ഈ 11 ലക്ഷത്തിൽ നിന്ന് 33 ലക്ഷം രൂപയായിട്ട് വർദ്ധിച്ചു. ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 20 മാസത്തിനിടെ ടോട്ടൽ വാല്യുവേഷനിൽ വന്ന വ്യത്യാസം ഏകദേശം 20 ലക്ഷം രൂപയാണ്. ആ സമയത്തെ ഒരു കോമ്പൗണ്ടിങ് റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ 29.75%, അതായത് ഓൺ ആൻ ആവറേജ് 30% റിട്ടേൺ ആണ് ഈ 181 മാസം 181 മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം 15 വർഷം കൊണ്ട് ഈ ഒരു ഫണ്ട് ഓൺ ആൻ ആവറേജ് ക്രിയേറ്റ് ചെയ്തത്. വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ തരത്തിലുള്ള വലിയ കറക്ഷനൊന്നും പിന്നീട് കുറച്ച് നാളുകളായി ഈ ഫണ്ടുകളിൽ ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ സപ്പോസ് 2020 ജാനുവരിയിലത്തെ സിറ്റുവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2020 ജാനുവരി വരെ ഈ 1000 രൂപയുടെ SIP 292 മാസം കൊണ്ട് 2,92,000 രൂപ നിക്ഷേപിച്ചിരുന്നു. ആ സമയത്തെ വാല്യുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 77,40,000 രൂപയാണ്. ആവറേജ് കോമ്പൗണ്ടിങ് റിട്ടേൺ 20% to 2% ആണ്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 11 ലക്ഷം രൂപ ഉണ്ടായിരുന്നത് നിസ്സാര സമയത്തിനുള്ളിൽ, അതായത് ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ ഈ 11 ലക്ഷത്തിൽ നിന്ന് 77 ലക്ഷം രൂപയായിട്ട് വളർന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് ഇവിടെ വെച്ച് ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഫാൾ മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം വെറും 2 മാസം കഴിഞ്ഞപ്പോൾ ഈ 2,92,000 പകരം ഇവിടെ 2,94,000 രൂപ നിക്ഷേപിച്ചു. ആ സമയത്തെ വാല്യുവേഷൻ 54 ലക്ഷം രൂപയായിട്ട് കുറഞ്ഞിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 20-23 ലക്ഷം രൂപയുടെ ഫാള് ഈ വെറും 2 മാസത്തിനുള്ളിൽ ഈ ടോട്ടൽ ഈ ഒരു ഫണ്ടിന്റെ വാല്യുവേഷനിൽ വന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാലും ആ സമയത്തെ ഒരു ആവറേജ് റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ 18.16% ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് ഇടിയുന്നത് അതേപോലെ തന്നെ തിരിച്ചു കയറുമെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതേ സിറ്റുവേഷൻ തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. നമുക്ക് അതിനുശേഷം വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം 302 മാസം കൊണ്ട് 3,02,000 രൂപയാണ് ഈ ഒരു ഫണ്ടിൽ ഒരു 1000 രൂപ വെച്ച് 1995 നിക്ഷേപിക്കുന്ന ഒരു വ്യക്തി നിക്ഷേപിക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലത്തെ വാല്യുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 93,68,000 രൂപയാണ് നിലവിൽ ഈ ഫണ്ടിന്റെ വാല്യുവേഷൻ. ആവറേജ് കോമ്പൗണ്ടിങ് റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ 20.33% ആണ് ഈ ഒരു ഫണ്ട് 1995 മുതൽ ഏകദേശം 25 വർഷം ആവറേജ് തന്നിരിക്കുന്നത്. വെറും 1000 രൂപയുടെ SIP ഗ്രോത്ത് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. വെറും 1000 രൂപയുടെ SIP പോലും ഏകദേശം 25 വർഷം കൊണ്ട് മൊത്തം നിക്ഷേപിച്ച ആ 3 ലക്ഷം രൂപയെ 93 അല്ലെങ്കിൽ 94 ലക്ഷം രൂപയായിട്ട് വളർത്തിയ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 294 മാസം, ഇവിടെ 302 മാസം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 8 മാസത്തെ ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്. ഈ 8 മാസം കൊണ്ട് മൊത്തം നിക്ഷേപിക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 302 294 നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വെറും 8,000 രൂപ മാത്രമാണ് ഈ ഒരു പീരീഡിൽ ഈ ഒരു വ്യക്തി നിക്ഷേപിക്കുന്നത്. എന്നാൽ ആ സമയത്ത് മൊത്തം വാല്യുവേഷനിൽ വന്ന വ്യത്യാസം, അതായത് ഇവിടെ 54 ലക്ഷം രൂപയാണ്, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 94 ലക്ഷം രൂപ, ഏകദേശം 40 ലക്ഷം രൂപയുടെ വാല്യുവേഷനിലുള്ള വ്യത്യാസമാണ്. വെറും 8,000 രൂപ മാത്രം എൻ്റെ പോക്കറ്റിൽ നിന്ന് നിക്ഷേപിച്ച സമയത്ത് ഈ ഒരു SIP ഈ ഒരു വാല്യുവേഷനിൽ വന്ന വ്യത്യാസം. ഇതാണ് SIP പവർ. ഇതാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടൈം കൊണ്ടുപോയാലുള്ള അതിൻ്റെ ഒരു പവർ. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ചെറിയൊരു ലാഭം വരുമ്പോൾ തന്നെ നമ്മൾ ഈ SIP അല്ല നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ തുക പിൻവലിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം, ഈ തരത്തിലുള്ള ഒരു വെൽത്ത് ക്രിയേഷൻ നമുക്ക് നടക്കില്ല. എൻ്റെ ഒരു എക്സ്പെക്ടേഷനിൽ അധികം താമസിക്കാതെ തന്നെ ഈ ഒരു ഫണ്ട് 1 കോടി മേ ബി ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഫണ്ട് 1 കോടി രൂപയുടെ സമ്പാദ്യം, അതായത് വെറും 1000 രൂപയുടെ SIP കൊണ്ട് ഏകദേശം 25-26 വർഷം കൊണ്ട് 1 കോടി രൂപയുടെ സമ്പാദ്യം നേടി തരുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഒരു ഫണ്ട് എത്തുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2008 ഞാൻ ഏകദേശം 2007-2008 പീരീഡിലാണ് ഞാൻ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,40,000 രൂപ 1000 രൂപയുടെ SIP 1,40,000 ഡിപ്പോസിറ്റ് ചെയ്തു. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഏകദേശം 28 ലക്ഷം രൂപയാണ് എന്ന ഒരു ഹിസ്റ്ററിയാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്.
എന്നാൽ വീണ്ടും ഏകദേശം ഒരു 12 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പൊ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ 3,02,000 ഡിപ്പോസിറ്റ് ചെയ്തു, ഇപ്പോഴത്തെ വാല്യുവേഷൻ 94 ലക്ഷം രൂപയാണ്. ഈ ഒരു ഫണ്ട് തന്നെ ഒരു 5 വർഷം കഴിയുന്ന സമയത്ത് മൾട്ടിപ്പിൾ മേ ബി ഒരു 1.5-2 കോടി രൂപയുടെ സമ്പാദ്യം ഈ ഒരു 1000 രൂപയുടെ SIP പോലും ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ ചില ഫണ്ടുകൾ കുറെ നാളുകൾ പ്രത്യേകിച്ച് വലിയ റിട്ടേൺസ് ഒന്നും ജനറേറ്റ് ചെയ്യാത്ത സിറ്റുവേഷനിൽ ഇരുന്നിരിക്കും. എന്നാൽ ഫണ്ടമെന്റലി ആ ഫണ്ടിന് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫണ്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലും ഈ തരത്തിലുള്ള ഒരു ഗ്രോത്ത് ലോങ് ടൈമിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ 20%, 30%, 40% ഗ്രോത്ത് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നോർമൽ സിറ്റുവേഷനിൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ലോങ് ടൈമിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു റിട്ടേൺ GDP പ്ലസ് ഇൻഫ്ലേഷൻ. സപ്പോസ് ഇന്ത്യൻ GDP ഇപ്പോൾ ഒരു 6% ആണ് ഗ്രോ ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഓൺ ആൻ ആവറേജ് 6% ആണെങ്കിൽ 6+6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12%. ഈ 12% റിട്ടേൺസ് ലോങ്ങർ ടൈമിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും ഇന്ത്യൻ മാർക്കറ്റിന് ജനറേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഈ തരത്തിൽ വളരുവാനുള്ള ഒരു പേഷ്യൻസ്. ഇപ്പൊ ഈ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞ് നമ്മൾ പോയി വിഡ്രോ ചെയ്യാതെ അത്യാവശ്യം പേഷ്യൻസോടുകൂടി നമ്മൾക്ക് ഇതേ രീതിയിൽ കാത്തിരിക്കാൻ സാധിക്കുന്നെങ്കിൽ ഏതൊരു സാധാരണ വ്യക്തിക്കും വേണമെങ്കിൽ കോടിപതി വരെ ആകുവാൻ സാധിക്കും. ഈവൻ 1000 രൂപയുടെ SIP ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പോലും അദ്ദേഹം പേഷ്യൻസോടുകൂടി കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ കോടിപതി ആകുവാൻ സാധിക്കും എന്നതാണ് ഈ ഒരു ഫണ്ടിന്റെ ഗ്രോത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഉപകാരപ്രദമായെങ്കിൽ താങ്കളുടെ എല്ലാ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ സേവനങ്ങളെ കുറിച്ച് താങ്കൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡയസ് E Portal എന്ന ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ മാസവും വ്യത്യസ്തങ്ങളായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഈവൻസ് എന്ന ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ടെലിഗ്രാം ചാനൽ വഴി താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനൽ എന്ന ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ ചാനലിൽ അംഗമാകുക. ഇതുവരെ താങ്കൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി Thommichan ടിപ്സ് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.